ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ അംഗം കുറിക്കാനെത്തുന്നവരിൽ തഴക്കവും പഴക്കവും വന്ന പരിചയസമ്പന്നർക്കൊപ്പം തികച്ചും പുതുമുഖങ്ങളും ഏറെയാണ്. പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യവും പൊതുപ്രവർത്തന പരിചയവുമുള്ള പ്രാദേശിക നേതാക്കളെ വിവിധ വാർഡുകളിൽ UDF-ഉം LDF-ഉം BJP-യും രംഗത്തിറക്കിയിട്ടുണ്ട്. ഇവരിൽ പലരും CPM, കോൺഗ്രസ്, BJP എന്നിവയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന പാർട്ടി ഭാരവാഹികളാണ്. ഗ്രാമപഞ്ചായത്തിന്റെ 9 വനിതാ സംവരണ വാർഡുകളിൽ ഉൾപ്പെടെ തികച്ചും പുതുമുഖങ്ങളെ രംഗത്തിറക്കി കളം പിടിക്കുവാനും 3 മുന്നണികളും പ്രത്യേക ശ്രദ്ധ പുലർത്തിയിട്ടുമുണ്ട്. തിരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമെങ്കിലും വനിതാ സംഘടനകളുടെ ഭാരവാഹിത്വം വഹിക്കുന്നവർ, ആശാപ്രവർത്തകർ, സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ സജീവമായവർ തുടങ്ങിയവരാണ് പുതുമുഖ സ്ഥാനാർത്ഥികളിൽ പലരും. 1, 3, 4, 5, 6, 13, 14, 15, 16 അടക്കം 9 വാർഡുകളാണ് വനിതാ സംവരണം. പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി പട്ടികവർഗ സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ള ആമ്പല്ലൂർ പഞ്ചായത്തിലെ 7ാം വാർഡാണ്. ഗ്രാമപഞ്ചായത്തിന്റെ 1ാം വാർഡായ ആമ്പല്ലൂർ വെസ്റ്റിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ രംഗത്തിറക്കിയിരിക്കുന്നത് കുട അടയാളത്തിൽ ലിസി വർഗീസിനെയാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടി താമര ചിഹ്നത്തിൽ ഇവിടെ കളത്തിലിറക്കിയിരിക്കുന്നത് ശോഭന വേണുഗോപാലിനെയാണ്. UDF ആകട്ടെ മഹിളാ കോൺഗ്രസ് നേതാവും ആശാപ്രവർത്തകയുമായ സ്മിത രാംലാലിനെയാണ് കൈപ്പത്തി ചിഹ്നത്തിൽ ഈ വാർഡിൽ മത്സരിപ്പിക്കുന്നത്. 2ാം വാർഡായ അക്കപ്പനത്ത് LDF-ന് വേണ്ടി CPM-ലെ PR അതുൽ ചുറ്റിക അരിവാൾ നക്ഷത്ര അടയാളത്തിൽ മത്സരിക്കുമ്പോൾ UDF-ന് വേണ്ടി കോൺഗ്രസിലെ കുര്യാക്കോസ് കൈപ്പത്തി ചിഹ്നത്തിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി താമര ചിഹ്നത്തിൽ ഗിരിജനും മത്സരിക്കുന്നു. റാഫി മാത്യു വലിയ പടിക്കൽ ടെലിവിഷൻ ചിഹ്നത്തിൽ സ്വതന്ത്രനായി ഈ വാർഡിൽ മത്സരത്തിനിറങ്ങുന്നുണ്ട്. 3ാം വാർഡിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ LDF-ന് വേണ്ടി കർണകി രാഘവനും താമര ചിഹ്നത്തിൽ NDA-ക്ക് വേണ്ടി സരളയും UDF-ന് വേണ്ടി കൈപ്പത്തി ചിഹ്നത്തിൽ സോണി ശ്രീജിത്തും ജനവിധി തേടുന്നു. 4ാം വാർഡായ ആമ്പല്ലൂരിൽ UDF-ലെ ജുവൽ ശ്രീ ടീച്ചർ കൈപ്പത്തി ചിഹ്നത്തിലും ലിസി കാർ അടയാളത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും LDF-ന് വേണ്ടി ഷീല സത്യൻ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിലും മത്സരിക്കുന്നുണ്ട്. 5ാം വാർഡായ കാഞ്ഞിരമറ്റം സെന്ററിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ജിനോ ഡോണറാണ് UDF-ൽ സ്ഥാനാർത്ഥി. NDA-യുടെ ശൈലജ താമര ചിഹ്നത്തിലും LDF-ന് വേണ്ടി CPM-ലെ ഷൈല അഷ്റഫ് ധാന്യക്കതിരും അരിവാൾ ചിഹ്നത്തിലും ജനവിധി തേടുന്നു. 6ാം വാർഡായ കാഞ്ഞിരമറ്റം സൗത്തിൽ LDF-ലെ ഹാരിസ് മുജീബ് ചുറ്റിക അരിവാൾ നക്ഷത്രത്തിലും SDPI സ്ഥാനാർത്ഥി ഷഹന അൽതാഫ് കണ്ണട അടയാളത്തിലും UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ VS സുനീറ ഏണി ചിഹ്നത്തിലും മത്സരിക്കുന്നു. 7ാം വാർഡായ കുലൈറ്റിക്കര നോർത്തിൽ KR മഹേഷ് UDF സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ചുറ്റിക്കരിവാൾ നക്ഷത്രത്തിൽ KG രഞ്ജിത്താണ് LDF സ്ഥാനാർത്ഥി. താമര അടയാളത്തിൽ മത്സരിക്കുന്ന രാജനാണ് ഈ വാർഡിലെ NDA സ്ഥാനാർത്ഥി. 8ാം വാർഡായ കുലൈറ്റിക്കരയിൽ അജിബ് ചാത്തോത്ത് താമര ചിഹ്നത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ പൗലോസ് മേലോത്ത് കസേര ചിഹ്നത്തിലും സത്യൻ പാഴുവേലിൽ കുട ചിഹ്നത്തിലും മത്സരിക്കുന്നു. ഹമീദ് കുട്ടി UDF സ്ഥാനാർത്ഥിയായി ഈ വാർഡിൽ മത്സരിക്കുന്നുണ്ട്. 9ാം വാർഡായ തോട്ടറയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ NC വേണു നെടുംതോട്ടിൽ UDF-ന് വേണ്ടി മത്സരിക്കുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി കുട ചിഹ്നത്തിൽ KK ചാരുദത്തനും സാബു ടെലിവിഷൻ ചിഹ്നത്തിലും മത്സരിക്കുന്നു. 10ാം വാർഡായ തോട്ടറ ഈസ്റ്റിൽ NDA സ്ഥാനാർത്ഥി അശോക് കുമാർ താമര ചിഹ്നത്തിലും സ്വതന്ത്രൻ KA സിബി കുട അടയാളത്തിലും UDF സ്ഥാനാർത്ഥി തോമസ് ബാറ്ററി അടയാളത്തിലും LDF സ്ഥാനാർത്ഥി KR ശ്രീരാഗ് ചുറ്റിക അരിവാൾ നക്ഷത്ര അടയാളത്തിലും മത്സരിക്കുന്നു. 11ാം വാർഡായ അരയങ്കാവിൽ MM രമേശാണ് കൈപ്പത്തി ചിഹ്നത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. MK സുരേന്ദ്രൻ ചുറ്റിക അരിവാൾ നക്ഷത്ര ചിഹ്നത്തിൽ LDF സ്ഥാനാർത്ഥിയായും NDA-യിലെ ശ്രീ വിശ്വംഭരൻ താമര ചിഹ്നത്തിൽ NDA സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നു. 12ാം വാർഡായ കീച്ചേരിയിൽ താമര ചിഹ്നത്തിൽ തുഷാറാണ് NDA സ്ഥാനാർത്ഥി. ബാബുപാറയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ UDF സ്ഥാനാർത്ഥിയായും ബിജോയ് കുമാർ LDF സ്ഥാനാർത്ഥിയായും ചുറ്റിക അരിവാൾ നക്ഷത്രത്തിലും ജനവിധി തേടുന്നു. 13ാം വാർഡായ പ്ലാപ്പിള്ളിയിൽ MP വൃന്ദ NDA സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിലും LDF-ലെ സഞ്ജു അജയൻ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിലും UDF സ്ഥാനാർത്ഥി സന്ധ്യമോൾ കൈപ്പത്തി ചിഹ്നത്തിലും മത്സരിക്കുന്നു. 14ാം വാർഡായ മാമ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആതിര സുമേഷ് കുട അടയാളത്തിലും NDA സ്ഥാനാർത്ഥി യശോദ താമര ചിഹ്നത്തിലും ലീല ഗോപാലൻ കൈപ്പത്തി ചിഹ്നത്തിലും പോരാട്ടത്തിന് ഇറങ്ങുന്നുണ്ട്. 15ാം വാർഡായ പുതുവശ്ശേരിയിൽ അളകനന്ദയാണ് NDA സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. വൈദ്യുത ബൾബ് ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഫൗസിയയും കൈപ്പത്തി ചിഹ്നത്തിൽ ബിന്ദു സജീവ് UDF സ്ഥാനാർത്ഥിയുമാണ്. കേരള കോൺഗ്രസ് എമ്മിലെ ശ്രീജ മുട്ടത്തിൽ 2 ചിഹ്നത്തിൽ ഈ വാർഡിൽ മത്സരിക്കുന്നുണ്ട്.
16-ാം വാർഡായ കാഞ്ഞിരമറ്റത്ത് അനിത രാജേന്ദ്രനാണ് താമര ചിഹ്നത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സുനിത ബീവി കുടയടയാളത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും സൈബ താജുദ്ദീൻ UDF സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിലും ജനവിധി തേടുന്നു. 17-ാം വാർഡായ ആമ്പലൂർ സൗത്തിൽ ER കൃഷ്ണകുമാറാണ് താമര ചിഹ്നത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കുട അടയാളത്തിൽ ജബ്ബാർ അസീസ് സ്വതന്ത്രനായും UDF സ്ഥാനാർത്ഥിയായി സലീം അലി കൈപ്പത്തി ചിഹ്നത്തിലും മത്സരിക്കാൻ ഇറങ്ങുന്നു. 18-ാം വാർഡായ കാഞ്ഞിരമറ്റം വെസ്റ്റിൽ താമര ചിഹ്നത്തിൽ KS പ്രദീപാണ് NDA സ്ഥാനാർത്ഥി. കൈപ്പത്തി ചിഹ്നത്തിൽ KS രാധാകൃഷ്ണൻ UDF സ്ഥാനാർത്ഥിയായും KJ രാജീവ് LDF സ്ഥാനാർത്ഥിയായി ചുറ്റിക അരിവാൾ നക്ഷത്ര ചിഹ്നത്തിലും മത്സരിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ആലേഖനം ചെയ്ത ചുവരെഴുത്തുകളും ഫ്ലെക്സ് ബോർഡുകളും നാട് മുഴുവൻ നിറച്ച് പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മൂന്ന് മുന്നണികളും.